നിങ്ങളുടെ സ്വന്തം പ്രിട്ടീമേഴ്സ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഒരുങ്ങുന്ന കുട്ടികളായിക്കോട്ടെ, NMMS പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, എല്ലാവരും പഠിച്ചിരിക്കേണ്ട നിർബന്ധമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണെന്ത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടേഴ്സ്, വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് NMMS സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്കാണെങ്കിലും 1 മാർക്കിനും 2 മാർക്കിനും മാച്ച് ഫോളോയിങ് ആയിട്ടും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ഒക്കെ ചോദ്യം വരുന്ന ഒരു ഏരിയ ആണിത് നമ്മുടെ ഈ റീപ്പിംഗ് ഡൈവേഴ്സിറ്റി, വിളയിക്കാൻ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഇവിടെ നമുക്ക് ശാസ്ത്രീയമായി സയന്റിഫിക് ആയിട്ട് പല രീതിയിൽ കൃഷി ചെയ്യുന്ന രീതികളുണ്ട്. അപ്പം ക്രോപ്സ് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ഓർഗാനിസംസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, റെയറിങ് നടത്തുന്നുണ്ട്. അപ്പൊ ആ പരിപാലനം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് എന്തൊക്കെയാണ് എന്ന് നൈസായിട്ട് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ്. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കന്നുകാലി വളർത്തലാണ്, കന്നുകാലി പരിപാലനം അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പോൾട്രി ഫാമിംഗ് ഉണ്ട്, പക്ഷി പരിപാലനം, സെറികൾച്ചർ, മഷ്റൂം കൾച്ചർ, ഔഷധ സസ്യ കൃഷികളുണ്ട്, അതായത് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ദെൻ പിസികൾച്ചർ, ഫ്ലോറികൾച്ചർ, എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ, ഇതെല്ലാം ഇതിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ കന്നുകാലി പരിപാലനമാണ്. ഈ കന്നുകാലികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പശു, എരുമ, അതുപോലെ ആട്, ഇവരെയൊക്കെ നമ്മൾ എന്തിനാണ് വീട്ടിലൊക്കെ ആയിട്ട് വളർത്തുന്നത്? അവരിൽ നിന്ന് നമുക്ക് പാല് കിട്ടുന്നു, ഇറച്ചി, മീറ്റ് കിട്ടുന്നു. അത് മാത്രമല്ല, അവരുടെ ഈ പറയുന്ന കൗടങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ടും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ആയിട്ട് എടുക്കാനും പറ്റുന്നു അല്ലെ. ഈ രീതിയിൽ നമുക്ക് മീറ്റ്, മാംസത്തിനും അതുപോലെ തന്നെ പാലിനൊക്കെ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നതാണ് ഈ കന്നുകാലികളെ. അപ്പൊ അവരെ വളർത്തുന്ന രീതിയാണ് കന്നുകാലി പരിപാലനം അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പേര് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഓരോന്നിന്റെയും ഉദാഹരണങ്ങൾ. NMMS പഠിക്കുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക. കൗ, പശുവിന്റെ ഉദാഹരണങ്ങളാണ് ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂർ എന്ന് പറയുന്നത്. അപ്പൊ ജേഴ്സി ഉണ്ട്, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ഉണ്ട്, വെച്ചൂർ ഉണ്ട്. ഇവയൊക്കെ പശുക്കളുടെ വിവിധ ഇനങ്ങളാണ്. എരുമയിൽ വരുന്നതാണ് മുറ, നിലിരവി, ഭദാവരി എന്ന് പറയുന്നത്. മുറ, നിലിരവി, ഭദാവരി എന്താണ്, നമ്മുടെ ബഫലോയുടെ വിവിധ തരത്തിലുള്ള വെറൈറ്റീസ് ആണ്. അതുപോലെ തന്നെ ഗോട്ട്, ആടിൽ വരുന്നതാണ് തലശ്ശേരി ആട്, ജമുന പ്യാരി, ബോറൊക്കെ. ഇത് നിങ്ങൾ പലതരത്തിലുള്ള ജമുന പ്യാരിയൊക്കെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതില് ഇതാണ് നിങ്ങൾ കാണുന്ന ഈ പറയുന്ന വെച്ചൂർ പശു, ജമുന പ്യാരി ആട്, അതുപോലെ തന്നെ ഈ പറയുന്ന ബോർ എന്ന് പറയുന്ന നമ്മുടെ ബഫല്ലോ ഒക്കെ വരുന്നത്. അപ്പം ഇതൊക്കെ വിവിധ തരത്തിലുള്ള വെറൈറ്റീസ് ആണ്. അതിന്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കാം. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളതാണ് പോൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ പക്ഷി പരിപാലനം. ഇവിടെയും നമ്മൾ മുട്ടയ്ക്കും ഇറച്ചി, മാംസത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവരെ നമ്മൾ വളർത്തുന്നത്. അപ്പൊ അതിൽ ചിക്കൻ, കോഴിയുടെ വെറൈറ്റിയാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ എന്നൊക്കെ പറയുന്നത്. അപ്പം അതേതാണ്, കോഴിയുടെ ഇനങ്ങളാണ് എന്തൊക്കെ, അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. അപ്പം ഗ്രാമലക്ഷ്മി എന്ന് പറയുമ്പോൾ ഗ്രാമത്തിൽ ഓടി നടക്കുന്ന എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന കോഴീനെ ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ അതുല്യ, വീട്ടിലെ കോഴിക്ക് നിങ്ങൾ അതുല്യ എന്ന് പേരിട്ടിട്ടുണ്ടോ? അപ്പൊ അതുല്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റി, ഒരു ഇനമാണ്. അതുപോലെ തന്നെ വൈറ്റ് ലെഗോൺ, നമ്മൾ ചിക്കൻ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് വൈറ്റ് ലെഗോൺ ആയിട്ടുള്ള കോഴികളാണ്. ഇതാണ് വൈറ്റ് ലെഗോൺ. ഇനി ഡക്ക്, നമ്മുടെ കോഴികളുടെ വെറൈറ്റി ഉണ്ട്. അതാണിത് മസ്കോവി, ചാര, ചെമ്പല്ലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മസ്കോവി, ചാര, ചെമ്പല്ലി എന്നുള്ളത് താറാവിന്റെ ഇനങ്ങളാണ്. പിന്നെ ഉള്ളത് കാട ഇനങ്ങളാണ്. നിങ്ങൾ കാടയിറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, ക്വിൽ വെറൈറ്റി. അതിന്റെ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളാണ് ജാപ്പനീസ് ബോബ് വൈറ്റ് എന്ന് പറയുന്നത്. ജാപ്പനീസും ഉണ്ട്, ബോബ് വൈറ്റും ഏതിന്റെ വെറൈറ്റിയാണ്, കാടയുടെ വെറൈറ്റികളാണ്. പിന്നെ ഉള്ളതാണ് മക്കളെ സെറികൾച്ചർ. സെറികൾച്ചർ എന്നാൽ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്താണ്, സിൽക്ക് അല്ലെ, പട്ട് സാരികൾ, സിൽക്ക് സാരീസ്, സിൽക്ക് മുണ്ടുകൾ, സിൽക്ക് ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. ഈ പട്ട് ഉപയോഗിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പട്ടിന്റെ നൂല് വേണം അല്ലെ, സിൽക്കിന്റെ ത്രെഡ് വേണം. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സിൽക്ക് വേമിൽ നിന്നാണ്, പട്ടുനൂൽ പുഴുക്കളിൽ നിന്നാണ്. അപ്പം റെയറിംഗ് സിൽക്ക് വോംസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറികൾച്ചർ. സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പം പട്ടുനൂൽ ശലഭങ്ങളുടെ ലാർവ ഉണ്ടാകും. അവരുടെ ആ ലാർവ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഗ്രന്ഥികളിൽ നിന്ന് ഈ ഒരു പട്ടുനൂൽ ഉണ്ടാവുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൾബറി പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും അല്ലെങ്കിൽ ചില മറ്റ് പുഴുക്കളുണ്ട്, ടസർ, അതുപോലെ മൂഗ, ഇത്തരത്തിലുള്ള പട്ടുനൂൽക്കിൽ നിന്ന് പലതരത്തിലുള്ള പട്ടുകൾ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ക്ലോത്തുകൾ, വസ്ത്രങ്ങളെ നെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം മറന്നു പോകരുത്, ഇവരുടെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണേ. ഉദാഹരണം ഏതൊക്കെയാണ്? സിൽക്ക് വാം, മൾബറി ഉണ്ട്, ടസർ ഉണ്ട്, മൂഗയുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഉദാഹരണങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. ഇനി അടുത്തതാണ് പിസികൾച്ചർ. പിസി എന്ന് പറഞ്ഞാൽ ഫിഷ് എന്ന് അർത്ഥമുള്ള, പിസി ഫിഷ് അല്ലെ, പിസ് ഓഫ് ഫിഷ് എന്ന് അർത്ഥമുള്ള. ഇപ്പൊ പല മീനുകളെ നമ്മുടെ വീടുകളിലെ കുളത്തിലായിട്ടും കായലുകളിലൊക്കെ ആയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പം ഇതുപോലെ സയന്റിഫിക് വേ ഓഫ് റെയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്, പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും അല്ലെങ്കിൽ കൃത്രിമ ടാങ്കുകളിലൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. അപ്പൊ നമ്മൾ പറയുന്ന പേൾ സ്പോട്ട്, കരിമീൻ, രോഹ, കട്ല, പിന്നെ അതുപോലെ ഓർണമെന്റൽ ആയിട്ടുള്ള അലങ്കാര മത്സ്യങ്ങളുണ്ട്, ഗോൾഡ് ഫിഷ്, ഗപ്പി, ഇതൊക്കെ എന്താണ് നമ്മൾ വളർത്തുന്ന രീതി. അപ്പൊ ആ വളർത്തുന്ന രീതികളാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണം പഠിച്ചു വെക്കുക. കരിമീൻ, രോഹു, കട്ല എന്നത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടും അലങ്കാര മത്സ്യങ്ങളായിട്ട് ഗോൾഡ് ഫിഷ് അതുപോലെ ഗപ്പിയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ചിലത് ചെമ്മീൻ ഇനങ്ങളുണ്ട്, നരൻ അതുപോലെ കാര എന്നുള്ളത് ചെമ്മീന്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ച അല്ലെ, വീടുകളിൽ ചെറിയ പെട്ടിയൊക്കെ വെച്ചിട്ട് തേനീച്ചനെ വളർത്തുന്ന രീതികളുണ്ട്. അതിനെയാണ് നമ്മൾ എപ്പികൾച്ചർ, എപ്പിസ് ഇൻഡിക എന്നാണ് നമ്മൾ തേനീച്ചയുടെ പേര്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വിട്ടിരിക്കുന്നത്? എപ്പിസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത് എപ്പികൾച്ചറിന്. സോ സയന്റിഫിക് റെയറിംഗ് ഓഫ് ഹണി ബീസ്. അപ്പം ഇവരെ എന്തിനാ നമ്മൾ വളർത്തുന്നത്? നമുക്ക് എന്താ കിട്ടുന്നത്? തേന് കിട്ടുന്നു അല്ലെ, അപ്പൊ ഹണി കിട്ടുന്നു, അതുപോലെ തന്നെ വാക്സ്, അവരുണ്ടാക്കി വെച്ച വാക്സ് ഒക്കെ നമുക്ക് കിട്ടാം, ആ മെഴുകൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹണിക്ക് നല്ല മെഡിസിൻ ആൻഡ് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട് അല്ലെ, ഔഷധ ഗുണവും പോഷക മൂല്യമുള്ള ഉൽപ്പന്നമാണിത് നമ്മുടെ ഹണി, തേന് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ കൂടെ മനസ്സിലാക്കി വെക്കാം. കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ. കോലനും മെല്ലിഫെറയും ഞൊടിയനും ഒക്കെ എന്താണ്? തേനീച്ചകളുടെ പല വിവിധ തരത്തിലുള്ള ഇനങ്ങളാണ് അല്ലെങ്കിൽ വെറൈറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ തേനീച്ച വളർത്തുന്നതിനെ എപ്പികൾച്ചർ എന്ന് പറയുന്നു. പിന്നെ ഉള്ളതാണ് ക്യൂണി കൾച്ചർ എന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല എന്താണ് തക്കടി കുട്ടന്മാരായിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള റാബിറ്റിനെ മനസ്സിലേക്ക് വരണം, മുയലുകളെ. ഈ മുയലുകളെ നമ്മൾ വളർത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറച്ചിക്കൊക്കെ, മീറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുയലുകളെ വളർത്തുന്നു. അപ്പൊ ആ മുയലുകളെ വളർത്തുന്ന രീതി, റെയറിംഗ് ഓഫ് റാബിറ്റ്സ്, അതിനെയാണ് ക്യൂണി കൾച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. വൈറ്റ് ജയന്റ്, ഗ്രേ ജയന്റും വൈറ്റ് ജയന്റും ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അതല്ലാതെ അവരുടെ രോമമില്ലേ, ഫർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജാക്കറ്റ് അല്ലെങ്കിൽ കോട്ടൊക്കെ പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലെ വുളൻ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്കോറ എന്ന് പറഞ്ഞ റാബിറ്റ്, അങ്കോറേനെ രോമത്തിനായിട്ടും നമ്മൾ ഇവരെ വളർത്താറുണ്ട്. അതാണ് അങ്കോറ റാബിറ്റ്. ഉദാഹരണം പഠിച്ചു വെക്കാം. ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ്, അങ്കോറയൊക്കെ മുയലുകളുടെ വിവിധ ഇനങ്ങളാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം. ഇറ്റ് ഇസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ കൂണ് വളർത്തിയെടുക്കുന്നു. കൂണ് വളർത്തുന്ന ശാസ്ത്രീയ രീതിയാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. ഓയിസ്റ്റർ മഷ്റൂം, അതായത് പാൽക്കൂണുണ്ട്, ചിപ്പിക്കൂണുണ്ട്, ബട്ടൺ മഷ്റൂം, പാൽക്കൂണുണ്ട്, ഓയിസ്റ്റർ മഷ്റൂമിനെ ചിപ്പിക്കൂൺ എന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന കൂണുകളുടെ വിവിധ ഇനങ്ങളാണ്. ഓക്കെ, അപ്പം ചിപ്പിക്കൂണ്, ബട്ടൺ കൂണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഉള്ളതാണ് ഫ്ലോറി എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ കേൾക്കുമല്ലോ, ഫ്ലോറി എന്ന് പറഞ്ഞാൽ ഫ്ലവർ ആണ്, പൂവാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ പൂക്കളെ നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്താറുണ്ട് അല്ലെ, നല്ല ഭംഗിയുള്ള റോസാപ്പൂ, ജമന്തിപ്പൂ, അതുപോലെ പിച്ചി, പിന്നെ ഓർക്കിഡ്സ്, അതുപോലെ നല്ല ഭംഗിയുള്ള ഗാർഡൻസിനൊക്കെ നമ്മൾ വളർത്താറുണ്ട്. പിന്നെ മുല്ലപ്പൂ, ജമന്തി ഒക്കെ നമുക്ക് വിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പൂച്ചെടികളെ വളർത്തുന്നു കമേഴ്ഷ്യൽ ബേസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യവസായത്തിന് വേണ്ടിയിട്ടൊക്കെ, ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീടുകളിൽ പൂച്ചെടികളെ വളർത്തുന്ന രീതിയാണ് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജാസ്മിൻ, മെരിഗോൾഡ്, ക്രിസാന്തം, അതുപോലെ റോസ്, ഓർക്കിഡ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ ഏത് എക്സാമ്പിളും പഠിച്ചു വെക്കാം. പിന്നെ ഉള്ളത് ഫ്ലോറികൾച്ചർ കഴിഞ്ഞാൽ ഹോർട്ടികൾച്ചർ ആണ്. സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇവിടെ എന്താണ്? ബിസൈഡ്സ് ഇൻഡിജിനിയസ് വെറൈറ്റീസ്, എക്സോട്ടിക് വെറൈറ്റീസ് ലൈക്ക് ലിച്ചി, റംബൂട്ടാൻ, ഡൂറിയാൻ ആർ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ്. അപ്പൊ പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ ഇത്തരത്തിലുള്ള പഴങ്ങള്, അതുപോലെ തന്നെ പച്ചക്കറികള്, ഇതൊക്കെ വളർത്തുന്ന രീതിയാണ് നമ്മൾ ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഹോർട്ടി എന്ന് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഓർത്തോളാം, ഹോർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രൂട്ട്സ് മാത്രമല്ല വെജിറ്റബിൾസും, പഴങ്ങളും ഉണ്ട്,
പിന്നെന്തുണ്ട്, പച്ചക്കറികളും ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് മെഡിസിനൽ പ്ലാന്റ്സ്, അതായത് ഔഷധ സസ്യങ്ങളെ വളർത്താം. നമുക്ക് പനി വരുമ്പം, ജലദോഷം വരുമ്പം, ചുമ വരുമ്പോഴൊക്കെ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? തുളസി, പനിക്കൂർക്ക, അതല്ലെങ്കിൽ ആടലോടകമൊക്കെ അരച്ചിട്ടിട്ട് കഴിക്കാറുണ്ട്. വേപ്പില വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പിടിക്കാറുണ്ട് അല്ലെ? ഈ പറയുന്ന വസൂരിയൊക്കെ പണ്ട് കാലത്ത് വരുമ്പോൾ ഇതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തില് ഔഷധ സസ്യങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആയുർവേദത്തിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ഇത്തരത്തില് നമുക്ക് ഗുണകരമായിട്ടുള്ള ഔഷധ സസ്യങ്ങളെ, മെഡിസിനൽ പ്ലാന്റ്സിനെ വളർത്തുന്ന രീതിയാണ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഔഷധ കൃഷി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഔഷധ സസ്യ കൃഷി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാസില, അലോവേറ, നീം, ആടതോട, സിഡ, കുറുന്തോട്ടി, വെട്ടിവര, രാമച്ചം, കൂവളം, അതുപോലെ പ്ലമങ്ക്, കൊടുവേലിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. ഇത് സാധാരണ ഉണ്ടായിക്കോളും തന്നെത്താണ്, എങ്കിലും അതിനെ കുറച്ചുകൂടെ പരിപാലിച്ചുകൊണ്ട് വളർത്തിയെടുക്കുന്ന രീതിയെ നമ്മൾ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഔഷധ സസ്യ കൃഷി എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതേ കാര്യങ്ങൾ തന്നെ മിസ് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നിങ്ങളൊരു ടേബിളും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഉദാഹരണങ്ങളും അതിൽ നിന്ന് എന്ത് പ്രോഡക്റ്റ് കിട്ടുന്നു എന്നും കൂടെ ടേബിൾ നോക്കി പഠിക്കുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NMMSന് ഇതിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പം പഠിച്ചു വെക്കുക. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും വീഡിയോസും ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. See you soon in the next video. Bye bye.